കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് 2023 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ, compute total income of Sri Amarnath for the assessment year 2022-23. Gift from his sister in England 2,30,000. Gift from his friend on his birthday 10,000. Then next, dividend from shares of various Indian companies 20,000. Gift from his mother's friend on his engagement 25,000. Gift from his financee 75,000. Interest on bank deposit, fixed deposit 25,000. Rent from house property 1 lakh. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ ഇൻകം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഡിഡക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യണം. 5 ഹെഡുകൾ അതിന്റെ ടോട്ടലി എന്ത് ചെയ്യുക, ഓർഡറിൽ കൊടുക്കുക. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഇവിടെ ഒന്നാമത്തെ വരുന്നത് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? റെന്റ് തന്നിട്ടുണ്ട്. ഈ റെന്റ് നമ്മൾ എന്തായിട്ട് എടുക്കുക? NAV ആയിട്ട് എടുക്കുക. കാരണം ഇവിടെ മുനിസിപ്പൽ ടാക്സ് ഇല്ല. മുനിസിപ്പൽ ടാക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നെറ്റ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുക. മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ GAV ആയിട്ട് എടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ചിട്ട് NAV ആണ്. പക്ഷെ ഇവിടെ മുനിസിപ്പൽ ടാക്സ് തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 1 lakh എന്തായിട്ട് എടുക്കുന്നു? NAV ആയിട്ട് എടുക്കുന്നു. ഇതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 30% ആണ്. അപ്പൊ 1 lakhന്റെ 30% കണ്ടു കഴിഞ്ഞാൽ 30,000 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഔട്ടർ കോളത്തിലേക്ക് നമുക്ക് എത്ര കിട്ടും? 70,000 എന്ന് ആൻസർ കിട്ടും. ഇപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കിട്ടി. ഇനി ഇവിടെ ഹെഡ് വരുന്നത് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് വരുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സ് എത്ര വരും? ഇവിടെ ഇൻകം ഫ്രം അതർ സോഴ്സ് ഏതൊക്കെ വരും? ഡിവിഡന്റ് ഫ്രം ഷെയർസ് പറഞ്ഞിട്ടുണ്ട്. ഡിവിഡന്റ് ഫ്രം ഷെയർസ് എത്രയാണ്? 20,000 ആണ്. ഡിവിഡന്റ് പറഞ്ഞത് 20,000 ആണ്. ഇനി അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 25,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ വരുന്നത് കാൽക്കുലേഷന് ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ്, ഒന്നാമത്തെ ഗിഫ്റ്റ് പറയുന്നത് എന്താണ്? ഗിഫ്റ്റ് ഫ്രം സിസ്റ്റർ ആണ്. ഓക്കെ, ഗിഫ്റ്റ് ഫ്രം സിസ്റ്റർ. സിസ്റ്റർ റിലേറ്റീവുടെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടുന്നത് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കേണ്ടതില്ല? ഇതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പൊ അത് എക്സംപ്റ്റഡ് ആണ്. ഗിഫ്റ്റ് ഫ്രം സിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് ഫ്രം ഫ്രണ്ട് ആണ്. അതിനെ നമുക്ക് നോൺ റിലേറ്റീവ് എന്ന് പറയാം. ഗിഫ്റ്റ് ഫ്രം നോൺ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാം. നോൺ റിലേറ്റീവിന്റെ അടുത്ത് കിട്ടുന്ന ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നോൺ റിലേറ്റീവിന്റെ അടുത്ത് കിട്ടുന്ന ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓൺ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള മാരേജ് ഒക്കേഷനിൽ എന്താണ്? എക്സംഷൻ കിട്ടും. പക്ഷെ ബർത്ത്ഡേക്ക് എന്തില്ല? എക്സംഷൻ ഇല്ല. അപ്പൊ ആ 10,000 നമ്മൾ എടുക്കുന്നു. നോൺ റിലേറ്റീവിന്റെ അടുത്ത് കിട്ടുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഗിഫ്റ്റ് ഫ്രം ഹിസ് മദേഴ്സ് ഫ്രണ്ട് ആണ്. അവിടെയും ഫ്രണ്ടിന്റെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. 25,000 ഓൺ എൻഗേജ്മെന്റ് ആണ്. എൻഗേജ്മെന്റിന് എന്തില്ല? എക്സംഷൻ ഇല്ല. മാരേജ് ഒക്കേഷൻ ആണെങ്കിൽ മാത്രമേ എക്സംഷൻ ഉള്ളൂ. ഇനി ഗിഫ്റ്റ് ഫ്രം ഫൈനാൻസി എന്ന് പറഞ്ഞിട്ട് 75,000 തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോൺ റിലേറ്റീവ് എന്ന് പറയുന്നതിൽ പ്രത്യേകമായിട്ട് കൊടുക്കുന്നു. അപ്പൊ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1,10,000 നമുക്ക് കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് ആഡ് ചെയ്ത് മാറ്റുന്നു. അപ്പൊ 1,10,000, 1,35,000, 1,55,000 എന്ന് നമുക്ക് കിട്ടും ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിൽ വരുന്നുള്ളൂ ഹെഡുകളായിട്ട്. ഇൻകം ഫ്രം അതർ സോഴ്സും അതേപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ഇതിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,25,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഈ കിട്ടുന്നത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ഈ കിട്ടുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം 2,25,000 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. ഓക്കെ, 80C to 80U മൈനസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒറ്റയും ഡിഡക്ഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നില്ല് കൊടുക്കുന്നു. ടോട്ടൽ ഇൻകം എന്ത് തന്നെ കിട്ടും? ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു 2,25,000 എന്ന് തന്നെ കിട്ടും. ഇതാണ് ഇതിന്റെ
ആൻസർ വരുന്നത്. ഇപ്പൊ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഗിഫ്റ്റിന്റെ കാൽക്കുലേഷൻ ഓർമ്മിക്കുക. ഗിഫ്റ്റ് മാരേജ് ഒക്കേഷൻ ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ് എക്സംപ്റ്റഡ് ആണ്. അതേപോലെ നോൺ റിലേറ്റീവിന്റെ കേസിൽ ഇവിടെ ടോട്ടൽ 1,10,000 വരുന്നുണ്ട്. 50,000 മുകളിൽ നോൺ റിലേറ്റീവിന്റെ കേസിൽ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. 50,000 മുകളിലാണെങ്കിലാണ് ടാക്സിബിൾ ആകുന്നത്. 50,000 മുകളിലാണെങ്കിൽ ഫുൾ വാല്യൂ എന്തായിരിക്കും? ടാക്സിബിൾ ആയിരിക്കും. ഇവിടെ കുറവാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ടോട്ടൽ കണ്ടിട്ട് 49,000 ആയിരുന്നു എങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പൊ 50,000 മുകളിൽ നോൺ റിലേറ്റീവിന്റെ ഇരുന്ന് കിട്ടുന്നത് ടാക്സിബിൾ ആണ്. കുറവാണെങ്കിൽ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ടാക്സിബിൾ എന്ന് പറയുന്നത് ഫുൾ ടാക്സിബിൾ ആയിരിക്കും. ഓക്കെ.